കാസർഗോഡ് ബേടകത്ത് പീഡനത്തിനിരയായ 10ാം ക്ലാസ്സുകാരി ഗർഭിണിയായ സംഭവം. മേൽപ്പറമ്പിൽ മകളെ പീഡിപ്പിച്ച പിതാവ് അറസ്റ്റിലായ കേസ്. ചന്തരയിൽ 6 വയസ്സുകാരി 82കാരന്റെ ക്രൂരമായ പീഡനത്തിനിരയായ സംഭവം. കാസർഗോഡ് ജില്ലയിലാണ് വ്യത്യസ്തമായ സംഭവങ്ങളിൽ പോലീസ് 3 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. 3 സംഭവങ്ങളിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, ഒരേ ദിവസമാണ് നടുക്കമുളവാക്കുന്ന ഈ 3 വാർത്തകളും പുറത്തു വരുന്നത്. ഇത് 3 പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് സംഭവം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പോലീസ് വ്യക്തമാക്കുന്നത്? ടോമെ, അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന വാർത്ത തന്നെയാണിത്. കാരണം സ്വന്തം പിതാവ് തന്നെ ഒരു കേസിൽ പ്രതിയായിരിക്കുന്നു. മകളെ പീഡിപ്പിച്ചത്, 8ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചത് സ്വന്തം മകളാണ്. അങ്ങനെ 3 കേസുകൾ, മറ്റു 2 കേസുകൾ ബന്ധുവാണ് ഇങ്ങനെ പീഡിപ്പിച്ചതെന്നാണ്. ഇതിൽ ബേടകം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഗർഭിണിയാക്കിയ സംഭവത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുറ്റിക്കോൽ പഞ്ചായത്തിലെ ഈ കുട്ടിയുടെ തന്നെ ബന്ധുവാണ് ഈ കേസിലെ പ്രതി. ഈ കുട്ടി ഗർഭിണിയായതോടുകൂടിയാണ് ഈ വിവരം പുറത്ത് അറിയുന്നതും. അങ്ങനെയാണ് പോലീസ് ഈ സംഭവത്തിൽ പരാതിയായി ഈ പെൺകുട്ടി എത്തുന്നതും പിന്നീട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതും. ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മറ്റൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് അങ്ങേയറ്റം നടുക്കമുളവാക്കുന്നതാണ്. കാരണം 6 വയസ്സ് പ്രായമുള്ള കുട്ടിയെ, ഇത്തരത്തിലുള്ള കുട്ടിയെ 82കാരൻ പീഡിപ്പിച്ചു എന്നാണ്. അതും ബന്ധു തന്നെയാണ് ഇങ്ങനെ പീഡനത്തിനിരയാക്കിയെന്ന വിവരമാണ്, ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 8ാം തരം വിദ്യാർത്ഥിനിയെ സ്വന്തം പിതാവ് തന്നെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഈ കേസിൽ മറ്റൊരു ആശങ്കയുണ്ടാക്കുന്നത് മാതാവിന്റെ കൂടി ഒത്താശയോടുകൂടിയാണ് ഈ പീഡനം നടന്നതെന്നാണ്. അങ്ങനെ മാതാവിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് പോക്സോ വകുപ്പിൽ 2 സുപ്രധാന വിധികൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും ഉണ്ടായത്. അതായത് 2024 മെയ് മാസമുണ്ടായ ഒരു കേസിലും അതുപോലെ തന്നെ ജൂലൈ മാസത്തിലുണ്ടായ ഒരു കേസിലും 2 കേസുകളിലാണ് വിധി വന്നത്. അതിൽ 5 വർഷം കഠിന തടവ് ഒരു കേസിലും മറ്റൊരു കേസിൽ 7 വർഷം കഠിന തടവ് ശിക്ഷ ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഇത്തരം വാർത്തകളാണ് കേൾക്കുന്നത്. ഒരേ ദിവസം തന്നെ 3, അതും 10ാം തരത്തിലും അതിൽ താഴെയുമുള്ള കുട്ടികൾ, 6 വയസ്സുള്ള കുട്ടിയെ പോലും പീഡിപ്പിച്ച ഒരു വാർത്ത. ഇത്തരത്തിലുള്ള 3 സംഭവങ്ങളാണ് ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരം സംഭവങ്ങൾ ഒരുപക്ഷെ ഭയപ്പെട്ട് ഭീഷണിപ്പെടുത്തി പലരും പുറത്തു പറയാതെ ഇനിയും ഒരുപക്ഷെ ഉണ്ടായേക്കാം. പോലീസ് അത് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ഗർഭിണിയായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം, ബേടകം പോലീസ് സ്റ്റേഷനിലെ ഈ വിവരം പുറത്തറിയുന്നതും പിന്നീട് പോലീസിൽ പരാതിയായി എത്തുന്നതും ഈ ബന്ധുവിനെ എതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് സംരക്ഷിക്കപ്പെടേണ്ട കരങ്ങളാൽ തന്നെ ഇത്തരത്തിലുള്ള നീച പ്രവൃത്തി ഉണ്ടാകുന്നു എന്നതാണ് മേൽപ്പറമ്പ് പോലീസിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത മറ്റ് സംഭവം. അതായത് മാതാവും പിതാവും ചേർന്ന് ഇത്തരത്തിൽ 8ാം തരം വിദ്യാർത്ഥിയെ പീഡിപ്പിക്കാൻ ഉള്ള ഒത്താശ ചെയ്യുന്നു. പിതാവ് തന്നെ പീഡിപ്പിക്കുന്ന സംഭവം ഉണ്ടാകുന്നു. ഏതായാലും ഈ കേസുകളിലെല്ലാം പോലീസ് പോക്സോ ആക്ട് വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ചന്തേര പോലീസിൽ ഉള്ള ഈ 82കാരൻ ഒളിവിലാണ്. ഇയാളെ പിടികൂടാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സംഭവത്തിൽ പിതാവ് അറസ്റ്റായിട്ടുണ്ട്. ഈ മാതാവിനെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ബേടകം സംഭവത്തിൽ ഈ ബന്ധുവായ കുറ്റിക്കോൽ പഞ്ചായത്തിലെ യുവാവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാളും ഒളിവിലാണ്. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതാണ് ബൈജു, ഇത് ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം. ഈ മേൽപ്പറമ്പിലെ പീഡനമാണ്. അതും സ്വന്തം പിതാവ് അമ്മയുടെ ഒത്താശയോടുകൂടി പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസ്. അത് എന്ത് പ്രായമുള്ള പെൺകുട്ടിയാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയായത്? ഈ അമ്മയെ ഇയാൾ ഭീഷണിപ്പെടുത്തി ഈ കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നോ? അതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വന്നിട്ടുണ്ടോ? ടോമെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയെയാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കിയത്. അതും മാസങ്ങളായി ഈ പെൺകുട്ടി ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ മറ്റൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം മാതാവിന്റെ ഒത്താശയോട് കൂടിയായിരുന്നു ഈ പീഡനം നടന്നതെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാതാവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുള്ളത്. പിതാവ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഇനി കൂടുതൽ ആളുകൾ ഈ കുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ, ഈ സംരക്ഷിക്കേണ്ട കരങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, നീച പ്രവർത്തികൾ ചെയ്യുന്നു എന്നതാണ് ഈ കേസ് വ്യക്തമാക്കുന്നത്. ഇത് അങ്ങേയറ്റം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എവിടെയാണ് നമ്മുടെ പെൺകുട്ടി
പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം, അത് പുറത്തായാലും വീടിനകത്തായാലും എത്രത്തോളം ഇവർ സുരക്ഷിതരാണ്. പ്രത്യേകിച്ച് 8ാം ക്ലാസ് വിദ്യാർത്ഥിയൊക്കെ നമ്മൾ പറയുമ്പോൾ അത് സ്വന്തം പിതാവിന് ഇങ്ങനെ ഒരു നീച പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം നടുക്കമുളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ കൂടുതൽ അന്വേഷണവും ഇതിൽ ആരംഭിച്ചിട്ടുണ്ട്. മാതാവിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാതാവിന്റെയും ഒത്താശയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതും മാസങ്ങളോളം ഈ പെൺകുട്ടി 8ാം ക്ലാസ് മാത്രം പഠിക്കുന്ന ഈ കുട്ടി മാസങ്ങളോളം പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്. ടോം, വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഏറെ നടുക്കമുണ്ടാക്കുന്ന കേസാണ് കാസർഗോഡ് നിന്നും പുറത്തുവരുന്നത്. ഒരു 10ാം ക്ലാസ്സുകാരി പീഡനത്തിരയായി ഗർഭിണിയാകുന്നു. സ്വന്തം അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നു. 82കാരൻ 6ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവങ്ങൾ. പോലീസ് അതിവേഗത്തിൽ തന്നെ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണവും ഊർജിതമാണ്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.